കുറച്ച് ചക്കക്കുരു കിട്ടിയാലും വേവിച്ചെന്നാൽ പിന്നെ ചക്കക്കുരുവും ചെമ്മീനും ഇട്ട് വറുത്തേക്കാം. പച്ച ചെമ്മീനും ഇട്ട് വെക്കാം, നമുക്ക് ഉണക്ക ചെമ്മീനും ഇട്ട് വെക്കാം. ഞാനിപ്പം തൽക്കാലം ഉണക്ക ചെമ്മീനാണ് കേട്ടോ എടുക്കുന്നത്. ചക്കക്കുരു തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ച ശേഷം നമുക്ക് ഉണക്ക ചെമ്മീൻ്റെ തലയും വാലെല്ലാം നുള്ളി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെക്കാം. അതിന് ശേഷം അടുപ്പ് കത്തിച്ച് അടുപ്പത്തൊരു ചട്ടി കഴുകി വൃത്തിയാക്കി വെച്ച ശേഷം ചട്ടി ചൂടാവുന്ന സമയത്ത് ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു നുള്ളു കടുക് ഇടുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഒരു 2-3-4 ചപ്പ് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചക്കക്കുരു ചട്ടിയിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ഇട്ട ശേഷം ഒരു വായിക്കിടക്കുന്ന തട്ടുകൊണ്ട് അടച്ചു വെക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. അതുപോലെ തന്നെ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും മറക്കാൻ പാടില്ല കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, കമൻറ്റ് ചെയ്യാൻ. നമുക്ക് ഓരോ വീഡിയോയിലും കമൻറ്റ് ബോക്സ് ഉണ്ട്. നിങ്ങൾ വീട്ടിലിരുന്ന് കമൻറ്റ് ചെയ്യുന്നതിന് പകരം ആ കമൻറ്റ് ബോക്സിൽ ഓരോ കമൻറ്റ് രേഖപ്പെടുത്തിയാൽ വലിയ ഉപകാരമായിരിക്കും. അടുപ്പ് നന്നായി കത്തണം കേട്ടോ. ഏതായാലും അത് നല്ലോണം ഒന്ന് തുള്ളി പതക്കട്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി വൃത്തിയാക്കി വെക്കാം. ഒന്ന് പതച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ വായിക്കിടക്കുന്ന തട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് ആ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനില്ലേ, ആ ചെമ്മീനിൻ്റെ ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയ ശേഷം അത് വീണ്ടും വായിക്കടച്ചിട്ട് നന്നായി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് കാത്ത് വെക്കാം. അതുപോലെ നമുക്ക് പച്ച ചെമ്മീനും ചക്കക്കുരുവിലും ഇട്ട് വെക്കാം. ഉണക്ക ചെമ്മീൻ ഇടുന്നതിന് പകരം പച്ച ചെമ്മീൻ ഇട്ടാൽ മതിയെന്ന് മാത്രം. അതുപോലെ വെളുത്തുള്ളീൻ്റെ തോലുണ്ടല്ലോ, നമ്മൾ പുറത്തൊന്നും കളയണ്ട. കയ്യോടെ അടുപ്പിലിട്ട് കഴിഞ്ഞാൽ വേഗം കത്തും. വെളുത്തുള്ളീൻ്റെ തോല് പുറത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ കലഹാരിക്കും എന്ന് പറയും വീട്ടിൽ. ചെമ്മീനും ചക്കക്കുരുവും കൂടി നന്നായി പതച്ച ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറവിൻ്റെ ഉപ്പ് നോക്കാൻ വേണ്ടി മറക്കാൻ പാടില്ല. അതുപോലെ ചക്കക്കുരു വെന്തോന്നില്ലതും ഒന്ന് ഇടക്കിടക്ക് നോക്കണം കേട്ടോ. പണ്ടുള്ളവർ പറയും അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കറിക്കെല്ലാം പ്രത്യേക സ്വാദാണ്. അതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല കേട്ടോ. ഇന്നത്തെ പോലത്തെ സൗകര്യമൊന്നും പണ്ട് കാലത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ പണ്ടുള്ളവർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കഷ്ടപ്പെട്ട പോലെ തന്നെ എൻ്റെ വീട്ടിൽ വന്നേറിയവരും കഷ്ടപ്പെട്ടിട്ട് എന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങളത് മൈൻഡാക്കൊന്നും വേണ്ട കേട്ടോ. ചക്കക്കുരു അടുപ്പത്ത് വെച്ചിട്ട് നിങ്ങൾ വർത്താനം പറയാനൊന്നും പോയേക്കല്ലേ. അത് ഏകദേശം വെള്ളം വറ്റാനാകുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലേ പിന്നെ ഒരു കരി മാത്രമേ നമ്മൾ വരുമ്പോഴത്തേക്കിൽ ബാക്കി ഉണ്ടാവുമല്ലോ. കണ്ടുവാ ഇതാ ഇതിൽ ഇനി കുറച്ചുകൂടി വെള്ളം വറ്റാൻ ബാക്കിയുണ്ട്. അത്രയും കണ്ടുവാ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിലുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ നമ്മൾ ചക്കക്കുരു വെന്തോന്നില്ലെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മറന്നുപോലെ നന്നായിട്ട് പട്ടുപോലെ ഇങ്ങനെ ഞെക്കുന്ന സമയത്ത് നന്നായി പൊടിഞ്ഞു വരുന്ന ഭാഗത്തിലായിരിക്കണം. ഇതാ എല്ലാ വെള്ളവും വറ്റി നന്നായിട്ട് നല്ലൊരു അടിപൊളി ചക്കക്കുരു വറവ് റെഡിയായി. ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. നല്ല രസമുണ്ടായിന്. അതുപോലെ പെട്ടെന്ന് പോയി എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ.